നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തുന്ന രാഹുലിന് ആവേശോജ്വല വരവേൽപ്പാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വവും ഒരുക്കിയിട്ടുള്ളത്. പ്രചാരണ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്ന റോഡ് ഷോയിൽ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കും. കാത്തിരിപ്പിനൊടുവിൽ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എത്തുന്നതിന്റെ ആവേശത്തിലാണ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ. കണ്ണൂരിൽ നിന്ന് ഹെലികോപ്റ്ററിൽ മുപ്പനാട് റിപ്പൺ തലയ്ക്കൽ ഗ്രൗണ്ടിലാണ് രാവിലെ രാഹുൽ എത്തുക. 11 മണിയോടെ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോയിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 7 നിയോജക മണ്ഡലങ്ങളിലെ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരക്കും. ഇത്തവണ രാഹുലിനൊപ്പം സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കുന്നുണ്ട്. കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ പരിസരത്തെ റോഡ് ഷോ സമാപനത്തിന് ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള കോൺഗ്രസിന്റെ മാസ് പ്രചരണ ക്യാമ്പയിന് തുടക്കമായിരിക്കും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എന്ന കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ UDFന്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ലോഞ്ചിങ് ആയിരിക്കും ഏപ്രിൽ 3-ാം തീയതി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തോടുകൂടി ആരംഭിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, കനയ്യകുമാർ തുടങ്ങിയ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും രാഹുൽ ഗാന്ധിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കും. വൈകിട്ട് 3 മണിയോടുകൂടി കൽപ്പറ്റയിൽ നിന്നാണ് രാഹുൽ ദില്ലിക്ക് മടങ്ങുക. റിപ്പോർട്ടർ, വയനാട്.